ഈ വീഡിയോക്ക് 50 ലൈക്ക് ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത എപ്പിസോഡുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. സോ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഹീറോൻ്റെ ക്ലാസ്സിലാണ് കാണുന്നത്. അവരൊരു ചുവന്ന മുടിയും പറയാണ്, ഇന്നലത്തെ ഫൈറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആ ഹീറോ ആ ഡീമണെ എങ്ങനെയാണ് കൊന്നതെന്നറിയോ? ആ ഡീമൺ വന്ന് ആ ഹീറോയെ കുറേ അധികം ഉപദ്രവിച്ചിടും. ആ സമയത്ത് ആ ഹീറോ അവൻ്റെ ഫയർ ആട്രിബ്യൂട്ട്സ് വെച്ച് ആ ഡീമനെ കുറേ അധികം അറ്റാക്ക് ചെയ്തു. ആ സമയത്ത് വേറൊരു ഹീറോ വന്നിട്ട് അയാളുടെ പവേഴ്സ് ആയിട്ടുള്ള ചെറിയിൽ നിന്ന് കുറേ അധികം ഫെദേഴ്സ് എടുത്തിട്ട് ആ ഹീറോക്ക് കൊടുത്ത് അതിന് ആ തീയുള്ള ഹീറോക്ക് പറക്കാൻ പറ്റുകയാണ്. അങ്ങനെ ആ ഹീറോ ആ ഡീമണെ കുറേ അധികം മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഡീമൺ ഇടിച്ചിട്ട് നല്ല പോലെ മുകളിൽ കൊണ്ടുപോയി അയാൾ അവിടെ ഒരു എക്സ്പ്ലോഷൻ നടത്തുകയാണ്. അങ്ങനെ ആ ഡീമൺ തന്നെ അവിടെ നിന്ന് മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ആ ഫയർ ഹീറോ താഴത്തേക്ക് എത്തിയതും അയാളെ എല്ലാ ആളുകളും അപ്രിഷ്യേറ്റ് ചെയ്യാണ്. അങ്ങനെ കുറേ പേര് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ അയാൾ വളരെ അധികം സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ്. അമ്മാതിരി വിജയമാണ് ആൾക്ക് കിട്ടിയത്. അയാളാണ് നമ്പർ 1 ഹീറോ എന്ന് തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങി. സോ ആ സമയത്ത് ഒരു പയ്യൻ അങ്ങോട്ട് വരികയാണ്. ടൊഡ്രോഗി, നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അയാൾ എന്ത് ഫൈറ്റ് ആയിരുന്നൊക്കെ കുട്ടികളൊക്കെ അവനോട് പറഞ്ഞ് ആ സമയത്ത് അവൻ പറയാണ് അതെ അതൊക്കെ ശരിയാണെന്ന്. ആ സമയത്ത് അവിടെ സാർ വന്നിട്ട് പറയാണ്, നിങ്ങൾ കേട്ടില്ലേ ബെല്ലടിച്ചത്, പിന്നെന്താണ് സംസാരിച്ചിരിക്കുന്നതെന്ന്? നിങ്ങളെല്ലാം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹീറോസാണ്, നിങ്ങളെന്താണ് ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചവരെ വഴക്കുവരാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ ഒരു അലാറം അടിക്കുകയാണ്. വില്ലൻസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. ക്ലാസ് 1A എല്ലാവരും താഴത്തേക്ക് അവരുടെ യൂണിഫോം ഇട്ടിട്ട്, അതായത് സൂപ്പർ ഹീറോ സ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് താഴത്തേക്ക് വരാൻ പറയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഈ ഭൂമിയിലുള്ള 80% ആളുകളും എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അവർ വില്ലൻസിനെതിരെ ഫൈറ്റ് ചെയ്ത് ഈ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരെല്ലാം അവരുടെ സൂപ്പർ ഹീറോ ഡ്രസ്സ് എടുത്തിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ പയ്യനും ആ ഡ്രസ്സ് എടുത്ത് നിന്നുണ്ട്. അവരെല്ലാം ഓടിപ്പോകുന്നത് അവരുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ്. നമ്മളെന്തിനായാലും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോരുത്തർ വിളിച്ച് പറയാണ്. നമ്മളെല്ലാവരും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ഒരു ബേർഡിൻ്റെ പവേഴ്സുള്ള ഒരുത്തം കുറേ അധികം പക്ഷികളെ അങ്ങോട്ട് വിളിക്കുകയാണ്. അവൻ്റെ പേര് കോജി കോട. സോ വേറൊരുത്തൻ അവിടെ അവൻ്റെ ഇയർഫോൺ ജാക്ക് ഉപയോഗിച്ച് അവിടെ എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. സോ നോർത്ത് ഈസ്റ്റിൽ 900 മീറ്ററിനപ്പുറം എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പറയണേ. സോ വേറൊരുത്തനെ കാണുന്നുണ്ട്. അവന് കുറേയധികം കൈകളുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ അവനെ കാണാൻ പറ്റും. അങ്ങനെ അവനൊരു ബിൽഡിങ് പൊളി നടക്കുന്നതായിട്ട് കാണുകയാണ്. അത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സോ എനിക്കെന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ ഈ സീരീസിൻ്റെ 1 മുതൽ 4ാമത്തെ സീസൺ വരെ കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ കാണുന്നത് അവരെല്ലാം പോകുന്നതാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലൻസിനെ തിരയാണ്. ഞാൻ കണ്ടുപിടിച്ചു എന്ന് ആ തവളൻ്റെ പവേഴ്സിലെത്തും പറയാണ്. ഞാൻ പോയതിലൂടെ നീന്തി പോകുന്നതാണ് എന്ന് പറഞ്ഞതും അത് വില്ലനൊന്നുമല്ല ടൊഗോട്ടിയാണ്. അവനിന്ന് ആബ്സെൻ്റ് ഇല്ലെന്നൊക്കെ അവർ ചർച്ച ചെയ്യാണ്. എന്നെ വലിച്ചെറിയ ഷുഗർമാൻ എന്ന് പറഞ്ഞപ്പോൾ ആ തവള മനുഷ്യൻ പറയണേ എന്നെയും വലിച്ചെറിയുന്നത്. അങ്ങനെ അയാൾ സ്വീറ്റ് സീറോ എന്നർത്ഥം, അതായത് ഷുഗർമാൻ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ അവർ രണ്ടുപേരും എടുത്തങ്ങ് എറിയാണ്. സോ അവർ നേരെ മുകളിലെത്തിയതും നേരെ പോയി അവനങ്ങ് പിടിക്കാൻ നിൽക്കുകയാണ്. സോ ആ തവള അവനങ്ങ് പിടിച്ച് വലിക്കുകയാണ്. നന്ദി ഉണ്ടറാ എന്നെ രക്ഷിച്ചതിനെന്ന് അവനും പറയാണ്. വില്ലനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആ കണ്ണുള്ളവനോട് ചോദിക്കുകയാണ്. സോ ആ സമയത്ത് അവിടെ എന്തോ എക്സ്പ്ലോഷൻ നടക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുകയാണ്. കുറച്ച് സമയം മതി ആ ഫയറെല്ലാം ആകെ പടരെന്ന് പറയാണ്. അങ്ങനെ സീറോ ഗ്രാവിറ്റി പെണ്ണ് ഒരുത്തിനെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. സോ അങ്ങനെ ഇതിനാ നോക്കിക്കോളെന്ന് പറഞ്ഞ് ആ ഐസിൻ്റെ ആട്ടുപിടിച്ചുള്ളവൻ അതങ്ങ് ഫ്രീസ് ചെയ്തതാണ്. ഇതൊന്നും ആ ഫയർ എന്ന് ആ കണ്ണുള്ളൊരുത്തൻ പറയാണ്. എല്ലാവരും കെയർഫുൾ ആവും, എന്തോ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവൾ വിളിച്ച് പറയാണ്. സോ അവിടെ കൊടുത്ത വന്നതും ഇവരെല്ലാം അവൻ വില്ലനാണെന്ന് വിചാരിക്കുകയാണ്. ആ സമയത്ത് അവൻ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് ഒരു വില്ലനാവേണ്ട ആവശ്യമെന്ന്. ഇവരൊന്നും മനുഷ്യരല്ല, വെറും പച്ചക്കറികളാണ്, കേങ്ങന്മാരാണെന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. സോ അങ്ങോട്ട് പെട്ടെന്നൊരു പെണ്ണ് വരികയാണ്. നിങ്ങളാരും ഇവിടെ നിന്ന് അനങ്ങിപ്പോകരുത്, അത് നിങ്ങൾക്ക് ഡേഞ്ചറാണ്, കാരണം ഞാനൊരു വില്ലനാണെന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ചെക്കന്മാരൊക്കെ ഓടുകയാണ്. സോ ആ സമയത്താണ് അവൾ പുറകെ നിന്ന് അറ്റാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐസ് ഹീറോ അത് തടയാണ്. അങ്ങനെ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നേരത്തെ മാറി പിടിച്ചവൻ വീണ്ടും താഴത്തേക്ക് വീഴാണ്. അങ്ങനെ അവന് ഫ്രീഡം കിട്ടിയ പോലെ അവിടുന്ന് പോവുകയാണ്. ആ സൗണ്ടിൻ്റെ പവേഴ്സുള്ള ആൾ പറയാണ് എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒക്കെ മിക്സ്ഡ് ആയിക്കൊണ്ടിരുന്നു. സോ കണ്ണൂർ അവൻ പറയാണ് ഒരാൾ അപകടത്തിലാണ്, നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യണമെന്ന്. എന്താണ് വില്ലൻസ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നേരത്തെ വന്നവൻ ചോദിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോയാൽ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ ഹാഡോയും റിയോയും എന്നെ ചീത്ത പറയുമെന്ന് പറയാണ് നമ്മുടെ നായകൻ. സോ പിന്നെ കാണുന്നത് ആ പുഴയിലേക്ക് ചാടിയവനെ രക്ഷിക്കാൻ വേണ്ടി 3 ഹീറോസ് പോകുന്നതാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ ഫൈറ്റാണ് കാണുന്നത്. ഇപ്പോൾ ആകെ കുറച്ച് പേരെ ഫൈറ്റ് ചെയ്യാനുള്ളൂ എന്ന് നേരത്തെ വന്നവൻ ചിന്തിക്കുകയാണ്.
സോ ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇത് എപ്പിസോഡ് 1 പാർട്ട് 1 ആണ്. സോ ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ എപ്പിസോഡിന് 50 ലൈക്ക് കിട്ടണം. സോ ഇനി അടുത്തൊരു എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.